ഹലോ നമസ്കാരം, ലിറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലോയ ബ്രോ. സോ ഇതൊരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പുതിയ കോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൂടെ മറ്റേ ആൾക്കാർ അജയ് സാറിൻ്റെ കൂടെ ആൻഡ് ഈ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മിസ്റ്റർ മഷൂദ് സാറാണ്. അജയ് സാർ ഒന്ന് മഷൂദ് സാറിനെ കാണിക്കോ? അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ അജയ് സാർ മഷൂദ് സാറിനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്നൊരു നമ്മളെ BR അംബേദ്കറിൻ്റെ മെമ്മോറിയലിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി, അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിറ്റ്സിലിപ്പം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എത്രയോ അധികം സ്റ്റുഡൻസ് റെഡിയായി നിൽക്കുകയാണ് ഗവൺമെൻറ് ലോ കോളേജുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ അജയ് സാർ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അജയ് സാർ ഒന്ന് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഒന്ന് നമ്മളെ ആൾക്കാരോടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഹലോ, നമസ്കാരം ഗായ്സ്, സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നവനീത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ടോക്ക് എന്ന രീതിയിൽ തുടങ്ങിയൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിറ്റ്സിൻ്റെ റിസൾട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വളരെ വളരെ സന്തോഷവാന്മാരാണ്. കാരണം അണ്ടർ 300 റാങ്ക് 300 എന്നുള്ള നമ്മൾ ട്രഡീഷണലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. റാങ്ക് 300 അടിയിലുള്ള ആളുകളെ നമ്മളുടെ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 98 സ്റ്റുഡൻസ് ഈ വർഷം നമുക്ക് അണ്ടർ 300 റാങ്ക്സ് ഉണ്ട്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ വർഷം, നമ്മൾ കഴിഞ്ഞ 3 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായി ഇങ്ങനെ കയറി വരികയാണ്. അത് ഒരിക്കലും ഞങ്ങളുടെ മാത്രം ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടില്ല. ബിക്കോസ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് റിറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ ഹാപ്പി തന്നെയാണ്. കുറേ പേര് നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട്, പുതിയ ബാച്ച് എപ്പോഴാണ് തുടങ്ങുക. തൽക്കാലം ഇപ്പോൾ നമ്മളൊരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഡൽഹി ട്രിപ്പിലാണ്. വളരെ ഒരു റിലാക്സ് ചെയ്യാന്നുള്ളൊരു രീതി. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വളരെ ഇതിന് വേണ്ടിയിട്ട് വളരെ രാത്രിയും രാവിലെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മേലെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയൊരു ബ്രേക്ക്, ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു ട്രിപ്പും കൂടി ആയിട്ടാണ് ഡൽഹിയിൽ വന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ഈ എപ്പോഴാണ് തുടങ്ങുക, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളൊരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഇട്ടുതന്നേ ഉള്ളൂ. ഇനി ഒക്ടോബർ മുതലാണ് നമ്മളുടെ ബാച്ചിൻ്റെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് നവംബർ ഓൺവേർഡ്സ് ആണ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോളുകളൊക്കെ വരുന്നുണ്ട്, എൻക്വയറീസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചിലതൊന്നും കോളുകളൊന്നും എടുക്കാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അതിന് ക്ഷമ ഇപ്പോഴേ ചോദിക്കുന്നു. അത് നമ്മൾ എന്തായാലും ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വളരെയധികം ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് 2021 നമ്മളുടെ ബുക്ക് വന്നത്. ആൻഡ് 2021 ചെറിയൊരു ക്രാഷ് കോഴ്സ് വഴി തുടങ്ങിയാണ്. 2022 നമ്മൾ നല്ല രീതിയിലൊരു കോച്ചിങ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയത്. ആൻഡ് 2023 റിസൾട്ട് ഉണ്ടായി. 2024 അതിനെക്കാട്ടും കൂടുതൽ റിസൾട്ട് ഉണ്ടായി. ഈ 97 എന്ന് പറയുമ്പം വെറും എന്താ പറയുക, അണ്ടർ 300 റാങ്കുകൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളെ സാധാരണ റിറ്റ്സിൻ്റെ ബുക്കിൻ്റെ ബാക്കിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. നമ്മളൊരു ക്രൈറ്റീരിയ എല്ലാവരും വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളൊരു അണ്ടർ 300 എന്നുള്ള രീതി വെച്ചത്. ഇതിലും കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഗവൺമെൻറ് ലോ കോളേജുകളിലും വിവിധ പ്രൈവറ്റ് കോളേജിലും കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി റിറ്റ്സിൻ്റെ ചെറിയൊരു ചരിത്രത്തിനെ കുറിച്ച്, റിറ്റ്സ് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഞാൻ മഷൂദ് സാറിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓവർ ടു മഷൂദ് സാർ. ഹായ് ഗൈസ്, അപ്പോൾ റിറ്റ്സിൻ്റെ ചരിത്രം പറയുന്നതിൻ്റെ മുൻപ് എങ്ങനെ ഈ 3 പേര് കണ്ടുമുട്ടി എന്നുള്ള കാര്യം പറയണം അല്ലേ? അപ്പോൾ ഞാൻ ഇവരുടെ സെയിം ബാച്ചൊന്നുമല്ല. ഞാൻ ഫസ്റ്റ് ഇയർ ലോ കോളേജിൽ 2017 ജോയിൻ ചെയ്യുന്നു, കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ. അന്ന് അവിടുത്തെ ഫൈനൽ ഇയേഴ്സാണ് ഈ നവനീത് ഏട്ടനും അതേപോലെ തന്നെ അജയ് ഏട്ടനും. സ്വാഭാവികമായിട്ട് എൻ്റെ സീനിയേഴ്സാണ്. അപ്പോൾ സാർ എന്നതിനുപരി എന്താ പറയുക, ഏട്ടന്മാരാണ് രണ്ടുപേരും. അപ്പോൾ അന്ന് ലോ കോളേജിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ അവിടെ ഒരു ലോ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിന് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഒരാളാണ് ഞാൻ. അവിടെ വെച്ച് പരിചയപ്പെട്ട 2 ആളുകളാണ് ഈ 2 പേര്. അപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് വരെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റിറ്റ്സ് പിന്നീട് കൊറോണയുടെ ടൈമിൽ ഫോം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിറ്റ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്.
അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ലീഗൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിലാണ്. നമ്മളിപ്പോഴും പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമെന്ന് പറയുമ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഇയറാണ് ശരിക്കും പറഞ്ഞാൽ റിട്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇയർ എന്ന് പറയാം. 3 വർഷമായി എന്ന് പറയുമ്പോഴും ഞങ്ങൾ അന്നൊക്കെ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒന്നുകിൽ പഠനം അല്ലെങ്കിൽ മറ്റ് ജോലികളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ ഈ ഇയർ, അതായത് 2024 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഗെയിം ചേഞ്ചിങ് ഇയർ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നിൽക്കുന്നത്. കുറേയധികം ദൂരം ഇതിനകത്ത് പോകാനുണ്ട്, അതാണ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ റിട്സിൻ്റെ ജേണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഹിസ്റ്ററി ഫ്ലാഷ് ബാക്ക് എന്ന് പറയാൻ മെയിൻലി എന്താ പറയുക, 2021 നേരത്തെ അജിയേട്ടൻ പറഞ്ഞു 2021 റിട്സ് ഗൈഡ് ഇറക്കുന്നു. ആ വർഷം ഗൈഡിലെ ഒരു ഫീച്ചറായിരുന്നു ഒരു 3 day ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിന് തന്നെ കുറേ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ജോയിൻ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, റിട്സിൻ്റെ ഫസ്റ്റ് ഗൈഡ് 2021 ഇറങ്ങുമ്പോൾ കൊറോണയുടെ സമയമാണ്, അതിനിടയിലാണ് ഇറക്കുന്നത്. അപ്പോൾ പല ആളുകളും നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ ഈ സമയത്ത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പുസ്തകം ഇറക്കുന്നത്, വിറ്റ് പോകില്ല എന്നുള്ള കാര്യം. കാരണം എന്താണ്, അങ്ങനെ ഒരു സമയമാണ്. കാരണം കൊറോണയുടെ സമയത്ത് പല പബ്ലിഷേഴ്സും പുസ്തകം ഇറക്കുന്നത് നിർത്തിയൊരു സമയമാണ്. അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പുസ്തകം വിറ്റുപോകും, എന്താണെന്ന് അറിയില്ല, ഒരു ട്രയൽ ബേസിസിൽ ഇറക്കി നോക്കാം. എന്തായാലും അത് വളരെ സക്സസ്ഫുൾ ആയി. കാരണം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും പുസ്തകം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടായി. എക്സാമിൻ്റെ ടൈം വരെ പോലും പുസ്തകം ഉണ്ടായില്ല. കാരണം കുറേ സ്റ്റുഡൻസിൻ്റെ അവർക്കൊക്കെ പുസ്തകം ആവശ്യമുണ്ട്, പക്ഷേ നമുക്ക് കൊടുക്കാൻ കയ്യിൽ പുസ്തകം ഇല്ലാത്തൊരു സ്ഥിതി. അതുപോലെ തന്നെ ആമസോണിൽ വിത്തിൻ ഡേയ്സ് ബെസ്റ്റ് സെല്ലർ ആകുന്നു. അതൊക്കെ വളരെ വലിയൊരു 80 ഡേയ്സിൻ്റെ ഉള്ളിൽ ആമസോണിൽ ബെസ്റ്റ് സെല്ലർ സ്റ്റാറ്റസ് നേടുക എന്നുള്ളൊരു ചരിത്രം കൂടി ഞങ്ങൾ കിട്ടിയെന്ന് പറയാനുള്ളത് വളരെ വളരെ സന്തോഷമായിട്ടുള്ളൊരു സമയമായിരുന്നു അത്. കാരണം അതൊരു ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ടായിരുന്നു, എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ബുക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിനു മുന്നേ അങ്ങനത്തെ ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇൻഡിസൈനൊക്കെ പഠിച്ചിട്ട് എങ്ങനെ ലേഔട്ട് എന്താണെന്നുള്ളതൊക്കെ ഇതിൻ്റെ മേലെ ഒരുപാട് നമ്മൾ കുറേ ഡിസ്കഷന് ശേഷമാണ് ആ ഒരു പുസ്തകത്തിലോട്ട് എത്തിയത്. അപ്പോൾ 2021 ഗൈഡ് വന്നു, അത് കഴിഞ്ഞ് പിന്നെയും 2022 ഗൈഡ് വന്നു. അതും ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് എന്താ പറയുക, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്തും നമ്മൾ ഫീഡ്ബാക്ക് എടുത്തു. നല്ലതാണെങ്കിലും ചീത്തയായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസംസ് ആണ് നമ്മൾ എടുത്തത്. വളരെയധികം കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിനൊക്കെ പറ്റിയിട്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ മിസ്റ്റേക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊക്കെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ഈ റിട്സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ ഗൈഡിൻ്റെ ഫസ്റ്റ് ഫീച്ചറായിരുന്നു ഈ 3 day ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പുസ്തകം വാങ്ങിയ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്ക് 99 രൂപയ്ക്ക് ആയിരുന്നു ഈ ഒരു കോഴ്സിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതും അതേപോലെ തന്നെ റിട്സ് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു സർവീസൊക്കെ കണ്ടിട്ട് കുട്ടികൾ പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് 2022 ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. അതും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിൽ കുട്ടികൾ വരികയും അതേപോലെ തന്നെ അതിൽ നിന്ന് വലിയൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നൊരു കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് 2023 ഇപ്പോൾ 24 എത്തി നിൽക്കുമ്പോൾ അണ്ടർ 300 നമ്മൾ പറയുമ്പോൾ അറൗണ്ട് ഒരു 98 കുട്ടികൾ ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാച്ചിനകത്തുള്ള കുട്ടികളാണ്. ഇതല്ലാതെ തന്നെ നമ്മൾ പറയുമ്പോൾ ഇതിലേറെ കുട്ടികളെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം റിട്സിൻ്റെ യൂട്യൂബ് ചാനൽ ത്രൂ കുറേയധികം പവർ അവറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ കുട്ടികൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, സർ നിങ്ങളുടെ വീഡിയോസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ബേസിക്കലി എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന പോലെ ഒരു ക്വാളിറ്റി ലീഗൽ എഡ്യൂക്കേഷൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ 98 കുട്ടികൾ 300 റാങ്കിന് താഴെ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ കുറേയധികം കുട്ടികളുണ്ട്. അവരിൽ പല ആളുകളും ഗവൺമെൻറ് ലോ കോളേജുകളിൽ അഡ്മിഷൻ നേടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഇനിയും കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഗവൺമെൻറ് ലോ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അജി സാർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ മഷൂദ് സാറും അജയ് സാറും നിങ്ങളോട് റിറ്റ്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും റിറ്റ്സിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഷൂദ് സാർ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ്. അതായത് ഈ വർഷത്തെ റിസൾട്ട് ഞങ്ങൾക്ക് തരുന്നൊരു മോട്ടിവേഷൻ ഭയങ്കര വലിയൊരു മോട്ടിവേഷനാണ്. കാരണം ഇത്രത്തോളം കുട്ടികൾ, ഞങ്ങളുടെ സ്വന്തം കുട്ടികൾ എന്താ പറയുക, ഗവൺമെൻറ് ലോ കോളേജുകളിലേക്ക് വരാൻ പോകാനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ പറഞ്ഞ കുട്ടികളെല്ലാവരും ഒന്ന് നേരിട്ട് കാണാനൊക്കെ ഭയങ്കരമായി ത്രിൽഡായി നിൽക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ലോ കോളേജുകളിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനെയും കാണണം എന്നൊരു ആഗ്രഹം കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, ഒരു വലിയ ലക്ഷ്യമാണ്. അതായത് കേരളത്തിലെ എന്താ പറയുക, ഈ പറഞ്ഞ ലീഗൽ എഡ്യൂക്കേഷൻ, ഒരു ക്വാളിറ്റി ലീഗൽ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. ആൻഡ് അത് എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് എന്താ പറയുക, ഇപ്പം എൻട്രൻസ് ലെവലിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പം ജുഡീഷ്യറിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ട് ബിജു സാറിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കംപ്ലീറ്റ് A to Z ലീഗൽ സൊല്യൂഷൻസ് ആയിരിക്കും റിറ്റ്സിന് പല രീതിയിലുള്ള പ്ലാനുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ലോ ഫീൽഡിൽ ഭയങ്കരമായ രീതിയിൽ റെവല്യൂഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആൻഡ് ഇതൊരു ലോങ് ജേണിയാണ്, വലിയ ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ആൻഡ് ഇതൊക്കെ ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ 3 പേരും. അപ്പം നിങ്ങളോട് ഞങ്ങൾ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ലീഗൽ ഫീൽഡിൽ ഭയങ്കരമായ രീതിയിൽ റെവല്യൂഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഇനിയും വരാൻ പോകുന്ന പല വീഡിയോസിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.